ഹായ്, എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫും മുളക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളത് ബീഫ് എടുത്ത് 1 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബീഫ് മേടിക്കുമ്പോൾ കുറച്ച് നെയ്യുള്ളതും കൂടി മേടിക്കുക. അപ്പോൾ നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് ബീഫ് കറിക്ക് വെക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടും. ബീഫ് കറിയല്ല, ബീഫ് മുളക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്ത് കറി ബീഫ് വെക്കാനും നമുക്ക് നെയ്യ് ഉണ്ടെങ്കിലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനൊരു കുറച്ചധികം ഉള്ളി, ഇത് എത്ര ഉണ്ടാവും വേണ്ട, അത് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കല്ലുമ്മ തന്നെയാണ് ചതച്ചേക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു സബോള നന്നാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് 2 കുടം വെളുത്തുള്ളിയാണ്. ഒരു 6 പച്ചമുളക് നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫൊക്കെ ഒന്ന് വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ബീഫൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ച സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. സബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി അല്ല, കാശ്മീരി മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം എരിവിന് മുളക് പൊടി ഇട്ടുണ്ട്. എന്നാലും നമുക്ക് ബീഫിലൊക്കെ നന്നായി കുരുമുളകിന് നിൽക്കാനായിട്ട് ചതച്ച് വെച്ച കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലേക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. നമുക്ക് ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാട്ട. നമ്മൾ കൈ വെച്ച് മിക്സ് ആക്കി കൊടുക്കുമ്പോഴാണ് അതിന് എല്ലായിടത്തേക്കും ഇതെത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, കൈ കൊണ്ട് വേണം നമ്മൾ ഇത് മിക്സ് ആക്കി കൊടുക്കാൻ. നമ്മളത് കൈ കൊണ്ടൊക്കെ നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതില് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുള്ളൂ, അത് ഇപ്പോഴല്ല ഇത്. അപ്പൊ നമുക്കൊരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ. നമ്മുടെ ബീഫ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്ര സമയം, മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇത് കുഴച്ചിട്ട് വെക്കാൻ നോക്കാം. അപ്പം നന്നായി ബീഫിലേക്കൊക്കെ നമ്മുടെ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്കിനി 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്കാണ് വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നെയ്യുണ്ട് അത്യാവശ്യത്തിന്, എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കാരണം ഈ വെള്ളം ഒന്ന് റെഡിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ കുക്കറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 8 വിസിലടിക്കണ വരയ്ക്ക് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് ഓഫാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ 8 വിസിലൊക്കെ അടിക്കട്ടെ. 8 വിസിലൊക്കെ അടിച്ച് കുക്കറിൻ്റെ എയറൊക്കെ പോയി. അപ്പം നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കാട്ടോ. കുക്കറൊക്കെ നമുക്ക് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബീഫൊക്കെ വെന്തോന്നൊക്കെ നോക്കാം. ഒരു കഷ്ണമൊക്കെ ഇട്ട് നോക്കാട്ടോ. ചൂട് കാരണേ ബീഫ് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കറി ശരിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുള്ളൂ, കാരണം ബീഫിൽ അത്യാവശ്യം നെയ്യുള്ളത് കൊണ്ടാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ആ പൊട്ടിയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് വേപ്പിൻ്റെ അല്ലും കൂടി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി അല്ലാതെ നല്ല പോലെ വാടി വരണം കേട്ടോ. ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നേരത്തെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് വെച്ചത്. അപ്പൊ ഇതിൽ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചതച്ച മുളകാണ്. അപ്പൊ തീയൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുന്നതിനനുസരിച്ച് കുറച്ചും കൂട്ടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. ആ മീറ്റ് മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് നല്ല പോലെ മൂത്തൊക്കെ നമുക്ക് വരണം കേട്ടോ. മുളകല്ലാതെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ബീഫ് അല്ലാതെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചതച്ച മുളകൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. അതിനുശേഷം ഈ വെള്ളമൊക്കെ നന്നായി വറ്റണം, എന്നാലാണ് ഇതിൻ്റെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് അലങ്കരിക്കാനായിട്ട് കുറച്ച് സബോള ഇട്ടെടുക്കാം. അപ്പോൾ ഒരു സബോളയാണ് ഞാൻ കുരു അരിഞ്ഞേക്കുന്നത്. അപ്പം നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി മടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.